കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിലും വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ അതിധന്യ നാമത്തിൽ സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. കർത്തൃസവിധത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, കർത്താവിന്റെ വചനം ഗ്രഹിക്കാനുള്ള പഠിക്കാനുള്ള അതിവാഞ്ചയോടെ ദൈവസനയിലായിരിക്കുവാൻ ദൈവം തരുന്ന അവസരത്തിനായി കർത്താവിന് നന്ദി മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തോട് ദൈവം നൽകിയിരിക്കുന്ന ആഴമായ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് വളരണമെങ്കിൽ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമായ വചനം ഭക്ഷിച്ച് ബലം പ്രാപിച്ച് പുഷ്ടിയോടെ വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ പക്വതയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെന്നുള്ള ദൈവിക പദ്ധതിയിലേക്ക് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ നമ്മൾ ബൈബിൾ സ്റ്റഡിയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പിയ ലേഖന പഠനമാണല്ലോ. വാക്യപ്രതിവാക്യങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ, ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരെ വന്ദനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മലയാളത്തിൽ നമ്മൾ വായിച്ച് ആ വാക്യത്തിന്റെ ഒടുവിൽ കാണുന്ന ആ ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിൽ കൃപ എന്ന വിഷയത്തെ, കൃപ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യമോ ദൈവികവും സ്വർഗീയവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവം കൃപയാൽ നമുക്ക് നൽകിയ ദാനങ്ങളെയും ആത്മീയ അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. 2-ാമത്തെ പദം സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഈ രണ്ട് വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വന്ദന പ്രയോഗങ്ങൾ കൂടെയാണ് എന്നും നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചു. അതായത് ഫിലിപ്പിയ സഭയിൽ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും യഹൂദ മതത്തിന് പുറത്ത് യവനമതം, മറ്റു പല മതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബൈബിളിന്റെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൽ ജാതികളിൽ നിന്ന്, ജെന്റൈൽസ്, ജാതി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു, റേസ് അല്ല, കാസ്റ്റ് അല്ല, പിന്നെയോ യഹൂദ ജനതയ്ക്ക് പുറത്തുള്ള മറ്റ് ലോക രാജ്യങ്ങളെ എല്ലാവരെയും കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ജാതികൾ എന്നുള്ള പദപ്രയോഗം. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരിക്കലും മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ചിന്തിക്കാനോ കാണാനോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദൈവസഭയെ കർത്താവ് വിളിച്ചപ്പോൾ യഹൂദന്മാരിൽ നിന്നും പുറത്തുള്ളവരിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് ഒരുമിച്ചാക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ സഭയ്ക്കുള്ളിൽ യഹൂദനാകട്ടെ യവനനാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കർത്താവായ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ മണവാട്ടിയായി കഴിഞ്ഞാൽ തുല്യ പദവിയാണ്, തുല്യ സ്ഥാനമാണ്. കർത്താവിന്റെ ദൃഷ്ടിയിൽ ദൈവസഭ എന്നുള്ള പദവിയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവരുടെ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന വായനക്കാരുടെ, ശ്രോതാക്കളുടെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കി അവർക്ക് കൂടെ മനസ്സിലാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ എഴുതുന്നതും അത് ഉപദേശങ്ങൾ വിശദീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കൃപ എന്നുള്ള വാക്ക് യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ പരിചിതമായ വാക്കാണ്. സമാധാനം എന്നുള്ളത്, കൃപ എന്നുള്ളത് ജാതികളെ സംബന്ധിച്ച് അവര് കൃപയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ ലഭിച്ച അനുഗ്രഹങ്ങൾ, കൃപ എന്നുള്ളത് ഏറ്റവും അധികം അവർക്ക് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആശംസയാണ്. സമാധാനം എന്നുള്ളത് യഹൂദന്മാർ പൊതുവെ അവരുടെ വന്ദനത്തിന് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ആശംസാ പ്രയോഗമാണ്. യേശുവും തന്റെ ശിഷ്യന്മാരെ യഹൂദന്മാരുടെ കാണാതെ പോയ ആടുകളായ യഹൂദന്മാരുടെ ഇടയിലേക്ക്, ഇസ്രായേല്യരുടെ ഇടയിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ അയക്കുമ്പോൾ, ആ കാലയളവിൽ കർത്താവ് അയക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ വീട്ടിലോ ചെല്ലുമ്പോൾ അതിന് സമാധാനം എന്ന് പറവിനെന്നാണ്, ഷാലോം എന്ന് പറവിൻ എന്നാണ്. അത് യഹൂദ ജനതയ്ക്ക് പരിചിതമായ ഒരു പദപ്രയോഗമാണ്, എബ്രായ പദമാണ് ഷാലോം എന്നുള്ളത്. അപ്പോൾ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വിഭാഗക്കാർക്കും, അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, ഹൃദയത്തിന് ദൈവിക സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന പദങ്ങളായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അപ്പോൾ തന്നെ ഇതിന് ഉപദേശപരമായ അല്ലെങ്കിൽ ഡോക്ട്രിനലായിട്ടുള്ള, അതിനകത്ത് ആഴമായ ആശയം, ദൈവികമായ അർത്ഥം, ഡിവൈൻ മീനിങ് അല്ലെങ്കിൽ ഡോക്ട്രിനൽ മീനിങ് ആ സമാധാനം എന്ന വാക്കിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃപ എന്നതിന്
ഡോക്ടറിനായിട്ട് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ കാര്യം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവവും നമ്മളുമായുള്ള ബന്ധത്തിൽ സമാധാനം എന്ന വാക്ക് വെറുതെ പ്രയോഗിക്കുകയല്ല. അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ അതൊരു ഒരു വലിയ ബണ്ടിലാണ്, ഒരു വലിയ പാക്കേജാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലത് നമ്മൾ വേഗത്തിൽ ഈ സമാധാനം എന്ന പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ പുതിയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഷാലോം എന്നുള്ള പദമാണ് ആമേൻ എബ്രായ പശ്ചാത്തലത്തിൽ ആ വാക്കിന് ഉള്ളത്, അല്ലെങ്കിൽ എബ്രായ വാക്ക് ഷാലോം എന്നുള്ളതാണ് സമാധാനം. ഷാലോം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അറേബ്യൻ നാടുകളിലുള്ളവര് അവിടുള്ള അറബിയരായ ആൾക്കാർ തമ്മിൽ വന്ദനം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. അലൈക്കും സലാം, അല്ലെ? എനിക്ക് ഞാൻ അറബി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും അറേബ്യൻ സ്ലാങ് അറിയാത്തത് കൊണ്ടും ഏകദേശം പറഞ്ഞൊപ്പിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോ അവിടെ സലാം എന്ന് പറയുന്ന, തിരിച്ച് വാലൈക്കും സലാം എന്ന് പറയുന്ന ആ സലാം എന്നുള്ള അറബിക് വാക്ക്, ഇതെല്ലാം സെമിറ്റിക് ലാംഗ്വേജ് ആണ്, ഷേമ്യ വംശത്തിലെ ഭാഷയിൽ നിന്നുള്ളതാണ്. ആ ഷാലേം എന്നുള്ള ആ വന്ദനം വന്നതിന്റെ പശ്ചാത്തലം ഈ ഷാലോം. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പട്ടണത്തിൽ ചെന്നാൽ അവർക്ക് സമാധാനം ആശംസിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. യഹൂദന്മാർക്ക് ആ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അതാണ് ആ ഭാഗത്തെല്ലാം ആ ഒരു വന്ദനം കടന്നു വരാനുള്ള പശ്ചാത്തലം അതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ആമേൻ. ഓക്കെ, നമുക്ക് മനസ്സിലാക്കണം, സമാധാനം എന്നതിന്റെ വിപരീതം എന്ന് പറയുന്നത് യുദ്ധം, അല്ലെ? സമാധാനത്തിന്റെ മറുവശം, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സമരം, യുദ്ധം, വിപ്ലവം, അസമാധാനം, അല്ലെ? ഇതാണ് പ്രത്യേകിച്ച് സമാധാനത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് യുദ്ധവും സമാധാനവും. ടോൾസ്റ്റോയി എന്ന വിശ്വസാഹിത്യകാരന്റെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, വാർ ആൻഡ് പീസ്, അല്ലെ? യുദ്ധവും സമാധാനവും. വളരെ വളരെ അന്നത്തെ സാഹചര്യങ്ങളെയും അന്നത്തെ നടക്കുന്ന യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രചിച്ച വളരെ മനോഹരമായ ഒരു നോവലാണ്. അതൊരു തവണയെങ്കിലും വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ആത്മീയ വർധനവിനല്ല, ഒത്തിരി നല്ല ആശയങ്ങൾ അതിനകത്ത് സമാധാനത്തെ. ടോൾസ്റ്റോയി ഒരു ക്രിസ്ത്യൻ കൂടെ ആയിരുന്നു, നല്ലൊരു ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ നോവലുകളിൽ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യുദ്ധവും സമാധാനവും വളരെ മനോഹരമായൊരു നോവലാണ്. എനിവേ, സമാധാനത്തിന്റെ വിപരീതം യുദ്ധം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശത്രുത എന്നുള്ളതാണ്, എനിമിറ്റി, അല്ലെ? സമാധാനത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് വാർ ആൻഡ് എനിമിറ്റി. നമ്മൾ എങ്ങനെ ദൈവത്തിന് ശത്രുക്കളായത്? ഒരിക്കൽ നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു. പ്രൈസ് ലോർഡ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായി മാറിയത്? പ്രൈസ് ലോർഡ്. വചനം പറയുന്നു, ഒരിക്കൽ നാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോ നമ്മൾ ശത്രുക്കളായിരുന്നു, ദൈവത്തിന് ശത്രുക്കളായിരുന്നു എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് നമ്മൾ ശത്രുക്കളായത്? യെശയ്യാവ് 59-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോ നമുക്ക് ദൈവവുമായി ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മുടെ പാപങ്ങളാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുക്കൾ ആകേണ്ടവർ അല്ല. ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട്, കൂട്ടായ്മ നഷ്ടപ്പെട്ട്, ദൈവവുമായി ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ ശത്രുക്കളായി, ശത്രുപക്ഷത്തായി നാം തീർന്നതിന്റെ അടിസ്ഥാന കാരണം പാപമാണ്, അനുസരണക്കേടാണ്, കൽപ്പനാ ലംഘനമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതാണ് ദൈവം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ശത്രുക്കളാകുവാൻ, ദൈവത്തിന്റെ ശത്രുക്കളായി മനുഷ്യരും മനുഷ്യന്റെ ശത്രുസ്ഥാനത്ത് ദൈവവും നിൽക്കേണ്ടി വരാനിടയായ പശ്ചാത്തലം പാപമാണ്. ഹല്ലേലൂയ. അപ്പോ സമാധാനം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് സമാധാനം ആവശ്യമായി വന്നു എന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. എങ്ങനെയാണ് ശത്രുക്കളായത്? നാം അകൃത്യങ്ങൾ നിമിത്തം, പാപം നിമിത്തം ദൈവത്തിന്റെ ശത്രുക്കളായി മാറി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ ശത്രുക്കളായി മാറിയ
നമ്മൾ ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ആശംസിക്കുകയാണ്. ദൈവവുമായി നമുക്കൊരു സമാധാനം ഉണ്ടായി എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പുതിയ നിയമം അത് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമാധാനം വന്നത്? ഹല്ലേലൂയ. ദൈവവും നമ്മളും തമ്മിലുണ്ടായ സമാധാനം, യുദ്ധം മാറി, ശത്രുത മാറി, എങ്ങനെ സമാധാനം കൈവന്നു? അതിന് ഒന്നാമതായിട്ട് ദൈവം സമാധാനം നിയമിച്ചു. ഗാഡ് അപ്പോയിന്റഡ് ദ പീസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവവും നമ്മളുമായിട്ട് സമാധാനം ഉണ്ടാകാൻ ആദ്യം മുൻകൈ എടുത്തത് ആര് തന്നെയാ? ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. കാരണം നമുക്ക് ദൈവവുമായി സമാധാനത്തിന് മുൻകൈ എടുക്കുവാനുള്ള യാതൊരു കഴിവും യോഗ്യതയും ഇല്ലായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ പോലും ഒരു വിധത്തിലും നാം അർഹരല്ലായിരുന്നു. ഇത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം തന്നെ സമാധാനത്തിന് വേണ്ടി മുൻകൈ എടുത്തു. യെശയ്യാവ് 26:12 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. അപ്പോൾ ഗോഡ്, യാഹ്വേ, യു ഷാൽ അപ്പോയിന്റ് ദ പീസ് ഫോർ അസ്. ഞങ്ങൾക്കായിട്ട് അങ്ങ് തന്നെ സമാധാനം നിയമിക്കും. അപ്പോ ഒന്നാമത് മുൻകൈ എടുത്തത് ആരാണ്? ദൈവമാണ് മുൻകൈ എടുത്തത്. ഹല്ലേലൂയ. ഇത് നമുക്ക് മറുവശത്ത് ഒരു മാതൃക കൂടെയാണ്. ദൈവം നമ്മളുമായി ഉണ്ടായിരുന്ന ശത്രുത മാറ്റാൻ മുൻകൈ എടുത്തെങ്കിൽ ദൈവമക്കളായ നാം, അല്ലെ, ഇന്ന് നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളായ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. സമാധാനം ഉണ്ടാക്കാൻ നാം മുൻകൈ എടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിച്ചത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അറിയപ്പെടുന്ന, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, വിളിക്കപ്പെടുന്ന എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അറിയപ്പെടുന്ന പലരും ഉള്ള സമാധാനത്തെ ഇല്ലാതാക്കുന്നവരായി മാറുന്ന കാഴ്ചയാണ് ഇന്നത്തെ ആത്മീയ ലോകത്ത് നമ്മൾ കാണുന്നത് എന്നത് നേരെ വിപരീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര ദുഃഖകരമായ കാര്യമാണ്. നമ്മൾ എന്തിനാ മുൻകൈ എടുക്കേണ്ടത്? നാം ദൈവമക്കളാണ്. ദൈവം നമ്മെ തന്നോടുണ്ടായിരുന്ന ശത്രുത മാറ്റി, യുദ്ധം മാറ്റി, നിരപ്പുണ്ടാക്കുവാൻ ദൈവം മുൻകൈ എടുത്തെങ്കിൽ ദൈവമക്കളായ നമ്മുടെ ഉത്തരവാദിത്വമാണ്, നാം ദൈവപുത്രന്മാരെങ്കിൽ, ദൈവത്തിന്റെ പുത്രിമാരെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവരാകണം. അതിന് നാം മുൻകൈ എടുക്കുന്നവരാകണം. ഹല്ലേലൂയ. ഓക്കെ. ഒന്നാമത് സമാധാനം വന്ന വഴി നമ്മൾ പഠിക്കുകയാണ്. ഒന്ന്, ദൈവം തന്നെ അത് നിയമിച്ചു. ഗാഡ് ഹാസ് ഇനിഷ്യേറ്റഡ്. ദൈവം തന്നെ അപ്പോയിന്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ആ സമാധാനം വെറുതെ ഉണ്ടായില്ല, അതിന് വലിയൊരു വില കൊടുത്തു. ഹല്ലേലൂയ. പെയ്ഡ് എ ബിഗ് പ്രൈസ്, എ ഗ്രേറ്റ് പ്രൈസ് ടു എസ്റ്റാബ്ലിഷ് ദ പീസ്, ടു ബ്രിങ് ദ പീസ്. സമാധാനം ഉണ്ടാക്കുവാൻ വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ദൈവം കൊടുത്ത വില എന്താണെന്നറിയാവോ? നമ്മുടെ പാപമാണല്ലോ സമാധാനം നഷ്ടപ്പെട്ട് യുദ്ധത്തിന് കാരണമായത്, നമ്മെ ശത്രുക്കളാക്കിയത്. ആ പാപത്തിന് പരിഹാരം വരുത്തണം, പാപത്തിന് ശിക്ഷ വിധിക്കണം, അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കണം. ആ ശിക്ഷ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കേണ്ടതിന്, ശത്രുത മാറ്റേണ്ടതിന് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു തന്റെ മേൽ ഏറ്റെടുത്തു. യെശയ്യാവ് 53:5 യേശു ഭൂമിയിൽ ജനിക്കുന്നതിനും 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, BC 8-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ BC 730, 750 ആ കാലയളവിലൊക്കെ പ്രവചിച്ച യെശയ്യാ പ്രവാചകൻ അതേക്കുറിച്ച്, യേശു ജനിക്കുന്നതിനും 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിക്കുമ്പോൾ പറയുകയാണ്, മുൻകൂട്ടി പറയുകയാണ്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ വന്നു എന്ന് 53:5 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെയാണ് വാക്യം. എന്നാൽ അവൻ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ക്രിസ്തു ജനിക്കുന്നതിനും 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ വരാനിരിക്കുന്ന മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് മരിക്കാനിരിക്കുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ സാക്ഷാൽ മെശിഹയെ കുറിച്ച് നടത്തിയ പ്രവചനമാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തു. അപ്പൊ അതും നമ്മെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സമാധാനം ഉണ്ടാകാൻ
വലിയ വില കൊടുക്കേണ്ടി വരും, അല്ലെ? നമുക്ക് നിത്യമായ ദൈവവുമായിട്ടുള്ള സമാധാനം ഉണ്ടാകാൻ യേശു നൽകിയ വില തന്റെ ജീവൻ തന്നെയായിരുന്നു. നമ്മുടെ ശിക്ഷ തന്റെ മേൽ ഏറ്റെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സഹിച്ച് ഏറ്റെടുത്ത് മരിച്ചപ്പോൾ നമുക്ക് ദൈവവുമായി സമാധാനം കൈവരുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനം നിവൃത്തിയായി. ലൂക്കോസ് സുവിശേഷം 2:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പാടുന്ന ഒരു ഗീതം എന്ന പോലെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഈ പ്രവചനം, യെശയ്യാവ് പ്രവചിച്ച പ്രവചനം ക്രിസ്തുവിൽ നിവൃത്തിയാകാൻ പോകുന്ന ആ കാലം ഇത്. ഈ ക്രിസ്തു പ്രവചിച്ച മിശിഹ, ദൈവപുത്രൻ, ഈ ക്രിസ്തു, ഈ യേശുവാണ് എന്ന് സ്തോത്രം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് 2:8 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ട് രാത്രി വെളിംപ്രദേശത്ത് പാർത്തിരുന്ന ഇടയന്മാരുടെ അടുക്കൽ ദൂതൻ നിന്നിട്ട്, ദൈവദൂതൻ നിന്നിട്ട്, 10ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 14ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരൊരു സ്തോത്രഗീതം ഉയർത്തുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. അവർ അങ്ങനെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സന്ദേശം ലോകത്തിന് വിളംബരം ചെയ്യുകയാണ്. എന്താ? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് സമാധാനം ഉണ്ടാക്കാനാണെന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ ദൂതന്മാർ വിളിച്ച് ലോകത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രവചന നിവൃത്തി പോലെ തന്നെ നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ സമാധാനം ഉണ്ടാക്കിയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സുവിശേഷങ്ങൾ അത് രേഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 2:13 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ദൈവശാസ്ത്ര ചിത്രമായി പൗലോസ് അപ്പോസ്തലൻ അത് വരച്ചിടുകയാണ്. അതിങ്ങനെയാണ്: മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതുമ്പോൾ ക്രിസ്തു എങ്ങനെ സമാധാനമുണ്ടാക്കി, എങ്ങനെ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അത് ക്രൂശിൽ ആണ് നിർവഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രോസ് എന്നുള്ള ആ വാക്ക്, അത് ആ വാക്ക് പോലെ തന്നെ കുറുകെ നിൽക്കുന്നത്, അല്ലെ? ക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ നിൽക്കുന്നത്, കുറുകെ ഉള്ളത്. അത് റോമൻ ക്രോസിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാരുടെ ഇടയിലുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ചിത്രങ്ങളിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ക്രോസിന്റെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിനെ ക്രൂശിക്കാൻ ഉപയോഗിച്ച റോമൻ കാലത്തെ ക്രൂശ് എന്നൊക്കെ വാദിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും ഒക്കെയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ക്രോസ് എന്ന് പറയുന്നത് വളരെ നീളമുള്ള, അതിന്റെ ഏകദേശം മുകൾ ഭാഗത്തായിട്ട്, ഏകദേശം മുകളിൽ ഏറ്റവും അറ്റത്തെത്തുന്നതിന് മുൻപേ കുറുകെ ഒരു പലക കൂടെ വച്ചിരിക്കുന്ന, അത് സ്വാഭാവികമായിട്ടും രണ്ട് കരങ്ങളെയും രണ്ട് വശത്തേക്ക് വിടർത്തി വിരിച്ച് നീട്ടി അണിയടിക്കുവാൻ കഴിയുന്ന, കാലുകൾ നീളമുള്ള ഭാഗത്തെ തറയ്ക്കുവാൻ കഴിയുന്ന വിധത്തിൽ ആണ് രൂപകൽപ്പന ചെയ്തത്. ഇമാജിനേഷനിൽ, ചിത്രങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ തികച്ചും അതുപോലെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അത് ഒരു ഗുണന ചിഹ്നത്തിന്റെ രൂപത്തിലും ആകാമെന്നൊക്കെയുള്ള വാദഗതികൾ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എനിവേ, ആ വാക്ക്, ക്രോസ് എന്ന വാക്ക് അന്വർത്ഥമാക്കുന്നത് പോലെ, കുറുകെ എന്നുള്ള ആ വാക്ക് അന്വർത്ഥമാക്കുന്നത് പോലെ,
ദൈവത്തിനും മനുഷ്യർക്കും കുറുകെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ച് നമുക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കി. ഹാലലൂയ. പീസ് വാസ് മെയ്ഡ് ബൈ ക്രൈസ്റ്റ് ജീസസ്. ഹാലലൂയ. യേശു ക്രിസ്തുവിനെ ഒരുവൻ കർത്താവായി അംഗീകരിക്കുമ്പോൾ ഒരു ട്രീറ്റിയിൽ ഒപ്പിടുകയാണ്, ഒരു ഉടമ്പടിയിൽ ഒപ്പിടുകയാണ്. എന്താ ഉടമ്പടി? സമാധാന ഉടമ്പടിയിൽ ഒപ്പിടുകയാണ്. ഹാലലൂയ. എന്താണ് ആ സമാധാന ഉടമ്പടി? ദൈവത്തോട് ഞാൻ ശത്രുപക്ഷത്തായിരുന്നു, ദൈവത്തിന്റെ ശത്രുവായിരുന്ന പിശാചിന്റെ പാളയത്തിലായിരുന്നു, അവന്റെ സൈന്യത്തിലായിരുന്നു, പിശാചിന്റെ ഉപകരണമായിരുന്നു, അവന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അവന്റെ സേനയിലെ ഒരു അംഗമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എന്ത് ചെയ്തു? ആ പാളയത്തിൽ നിന്ന് പുറത്തു വന്നു, ആ ശത്രുപക്ഷത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഹാലലൂയ. അതിന് കാരണം, അങ്ങനെ സംഭവിക്കാൻ ഒരേ ഒരു കാരണം, ക്രൂശിൽ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതിനാലാണ്. ഹാലലൂയ. ഇത് ഒരു ദിവസം പോലും ധ്യാനിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകരുത്. എല്ലാ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട്, ആത്മീയ കണ്ണുകൾ കൊണ്ട് ആ ക്രൂശിനെ ഒന്ന് കാണുവാൻ, ദർശിക്കുവാൻ, ഒന്ന് ധ്യാനിക്കുവാൻ, എനിക്ക് വേണ്ടി യാമേ രക്തം ചിന്തി മരിച്ച ആ ക്രിസ്തുനാഥനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എല്ലാ ദിവസവും ആരംഭിച്ച്, ഹാലലൂയ, കർത്താവ് ആ ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതം വിജയകരമാകാൻ പിന്നെ വേറെ അധികമൊന്നും വേണമെന്നില്ല. ഹാലലൂയ. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ എവിടെയായിരുന്നു, ഇപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് അറിഞ്ഞാൽ, അതിന്റെ കാരണം ക്രിസ്തു സമാധാനം ഉണ്ടാക്കിയതാണ് എന്ന് അറിഞ്ഞാൽ, ഹാലലൂയ, നമുക്ക് ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രസാദകരമാവണ്ണം നയിക്കാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കാൻ മറ്റൊന്നും വേണമെന്നില്ല. ഹാലലൂയ. ആമേൻ. സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ 2000 വർഷം പുറകിലേക്ക് കടന്നു പോകുമാറാകട്ടെ. ഹാലലൂയ. ക്രൂശിനെ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഹാലലൂയ. ക്രൂശിനെ കുറിച്ച് വികലമായ ഒത്തിരി പഠിപ്പിക്കലുകളുണ്ട്. ഹാലലൂയ. മോശമായ പഠിപ്പിക്കലുകളുണ്ട്, ചരിത്രത്തിന് നിരക്കാത്ത പഠിപ്പിക്കലുകളുണ്ട്, ഐഡിയോളജീസ്, ചരിത്രപരമായിട്ട് ഉള്ള വാദഗതികൾ പലതുണ്ട്. യേശു മരിച്ചില്ല എന്നും യേശുവിനെ പോലെ വേറൊരാളെയാണ് ക്രൂശിച്ചതെന്നും ഒക്കെ വാദിക്കുകയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ചരിത്ര സത്യമാണ് യേശുവിന്റെ ക്രൂശീകരണം. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കന്യകാചരണം, ക്രിസ്തുവിന്റെ വിശുദ്ധ ജീവിതം, ക്രിസ്തുവിന്റെ ക്രൂശുമരണം, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെയൊക്കെ ശക്തമായി എല്ലാ കാലത്തും ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, ഇത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ, നിത്യജീവനുള്ളൂ. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകാൻ മറ്റൊരു മാർഗമില്ല, ദൈവത്തിന്റെ അടുക്കൽ എത്താൻ വേറൊരു മാർഗമില്ല. ഒരേ ഒരു വഴി ക്രിസ്തു ക്രൂശിലൂടെ ഒരുക്കിയ നിത്യജീവന്റെ മാർഗമെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ വികലമാക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ ഒരിക്കലും രക്ഷയുടെ സന്തോഷവും നിത്യജീവനും പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഏത് വിധത്തിലും യേശു മരിച്ചില്ല എന്ന് സ്ഥാപിക്കാനോ, അല്ലെങ്കിൽ യേശുവിന്റെ മരണം ഒരു അപകട മരണമായിരുന്നു എന്ന് സ്ഥാപിക്കാനോ ഒക്കെ ഉള്ള വൃദ്ധാശ്രമങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. പലരും ആ കുടുക്കിലും കെണിയിലും അകപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ശരിക്കും ആ ക്രൂശിൽ വെളിപ്പെട്ട ദൈവ സ്നേഹത്തെ, ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവശക്തിയെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത് പോലെ, ആ ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മൾ പ്രശംസിക്കും. ഹല്ലേലൂയ. We will boast on the cross of Christ. ഹല്ലേലൂയ. കാരണം ആ ക്രിസ്തു മരിച്ച ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയാണ് എനിക്ക് രക്ഷ കൈവന്നത്, എൻ്റെ പാപത്തിന് മോചനമുണ്ടായത്, ദൈവവുമായി എന്നെ നിരപ്പിച്ചത്, എനിക്ക് സമാധാനമുണ്ടായത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശത്രുപക്ഷത്ത് നിന്ന് ഒരു ദൈവ പൈതലായി ഞാൻ മാറിയതിന്റെ കാരണം ആ കാൽവരി ക്രൂശിൽ ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രോസ് വിതൗട്ട് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് വിതൗട്ട് ക്രോസ്. ഹല്ലേലൂയ. രണ്ടും സുവിശേഷമല്ല എന്ന് സാധാരണ പറയാറുണ്ട്. ബോത്ത് ആർ നോട്ട് ഗോസ്പൽ. ക്രിസ്തുവിനെ കൂടാത്ത ക്രൂശും ക്രൂശിതൻ ആയ ക്രിസ്തുവും, ഹല്ലേലൂയ, ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ സുവിശേഷം ഒരിക്കലും ആവുകയില്ല. ആ സുവിശേഷം സുവിശേഷമാവുകയില്ല. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, റബി, ഗുരു, യേശുവേ, നീ മരിക്കണ്ട എന്ന് യേശുവിനോടുള്ള
ജഡത്തിലെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ യേശു ഉടനെ മുഖത്ത് നോക്കി പത്രോസിനെ വിളിച്ചത്, സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, എന്നെ വിട്ടു പോകുന്ന. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാൽ ക്രൂശിൽ, ആമേൻ, ക്രൂശിതനല്ലാത്ത ക്രിസ്തു, ആമേൻ, നമ്മുടെ സുവിശേഷത്തിൽ ഇല്ല. ഹല്ലേലൂയ. അതുപോലെ ആമേൻ, പലരും ക്രൂശ് നെ കുറിച്ച് പറയാറുണ്ട്. ക്രിസ്തുവില്ലാത്ത ക്രൂശും രക്ഷയ്ക്ക് നിദാനമല്ല. ക്രിസ്തുവിനെ കൂടാതെ ക്രൂശ് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ക്രൂശ് മാത്രം പറഞ്ഞ് ആമേൻ, അല്ലെങ്കിൽ ക്രൂശിനെ പൂജിച്ചത് കൊണ്ടോ ക്രൂശിനെ ആരാധിച്ചത് കൊണ്ടോ രക്ഷ കൈവരത്തില്ല. ക്രോസ് വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് നോട്ട്, ആമേൻ, വർത്തി ടു സേവ്. ഹല്ലേലൂയ. രക്ഷിക്കാൻ ക്രിസ്തുവില്ലാത്ത ക്രൂശിന് രക്ഷിക്കാൻ സാധ്യമല്ല. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എനിവേ, ആമേൻ, സമാധാനം ഉണ്ടാക്കാൻ ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. 1-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചല്ലോ, അവൻ സമാധാനം ഉണ്ടാക്കി. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തു ആണ് നമ്മുടെ സമാധാനം. ആ ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ നമുക്ക് ആമേൻ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഹല്ലേലൂയ. എഫേസ്യർ 2:14 കൂടെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. യേശു തന്നെയാണ് നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. ജീസസ് ഹിംസെൽഫ് ഈസ് അവർ പീസ്. യേശു തന്നെ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. നമുക്ക് 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് ആ വാക്യം നമ്മൾ വായിക്കുന്നത്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിലൂടെ ലഭിച്ച കൃപ, സമാധാനം, ആ കൃപയെയും സമാധാനത്തെയും ആശംസിച്ചു കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കടക്കുകയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും. ഹല്ലേലൂയ. പ്രയർ, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബൈബിളിലെ അതിപ്രാധാന്യമായി നമ്മൾ പഠിക്കേണ്ട, അറിയേണ്ട ഒരു വിഷയമാണ് പ്രാർത്ഥന എന്ന വിഷയം. പഠിക്കുക മാത്രമല്ല, പ്രായോഗികമാക്കുകയും വേണം. കാരണം പ്രാർത്ഥനയുടെ ശക്തി ഇന്നുവരെ ലോകം അതിൻ്റെ ശരിക്കുള്ള ശക്തി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തി, ദൈവജനം പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതോ എല്ലാം ഒരു ഭാഗം മാത്രം, ഒരു അംശം മാത്രമേ ആയിട്ടുള്ളൂ. പ്രാർത്ഥനയാൽ സംഭവിക്കുന്ന വലിയ പ്രവൃത്തി നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ നന്നായി ഗ്രഹിക്കാൻ ശ്രമിക്കണം. അതിലുപരി ജീവിതത്തിൽ പ്രായോഗികമാക്കണം. പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇനി നമുക്കതിനെ നമ്മുടെ രീതിയിൽ ഒന്ന് റീഡ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഫിലിപ്പിയർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിക്കുന്നു? സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ പല വികാരങ്ങൾ നമുക്കുണ്ടാവും, അല്ലെ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പല വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഒരു ഉദാഹരണം, രോഗിയായ ഒരാൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളെന്ന രീതിക്ക് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മൾ വിഷയം കേൾക്കുമ്പോൾ, പറയുമ്പോൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിച്ചു വിടാറുണ്ട്. അതിനപ്പുറത്ത് എൻ്റെ ഒരു വിഷയമാണ് എന്നതുപോലെ ഹൃദയഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എനിവേ, നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിന്റെ മൂർധന്യാവസ്ഥ അനുസരിച്ച്, രോഗത്തിന്റെ ലെവൽ അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെ? ഒരാള് ഒരു ജലദോഷപ്പനി ആണ് എന്ന് നമ്മൾ കേട്ടു, പനി, കോൾഡും ഫീവറും ഉണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നൊരു കാര്യമാണല്ലോ എന്ന രീതിക്ക് പ്രാർത്ഥിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അത്രയും വിഷമമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരു മാരകമായ രോഗം, വളരെ ക്രൂഷ്യലായ ഒരു വേദനാജനകമായ ഒരു രോഗം, ഒരുപക്ഷെ മരണകാരണമാകുന്ന ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയായിരിക്കും? ഭയങ്കര വിഷമം, വേദന. പ്രത്യേകിച്ച് നമുക്ക് ആ വ്യക്തിയുമായി എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം
ആഴമായ വേദനയോടെ നമ്മുടെ ഹൃദയാവശ്യം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സങ്കടത്തോടെ കണ്ണുനീരോടെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ? ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ വിഷയം, ഹല്ലേലൂയ, അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകുന്ന വികാരത്തെ സ്വാധീനിക്കുന്നതാണ്. ആ വ്യക്തിയുടെ വിഷയം, ഹല്ലേലൂയ, ഇത് രണ്ടും നമ്മെ സ്വാധീനിക്കുന്നതാണ്. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പൗലോസ് അപ്പോസ്തലന് ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണോ? ഹല്ലേലൂയ. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലേഖനത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എനിവേ, അതല്ല. ഈ ജനത്തെക്കുറിച്ച്, ഫിലിപ്പിയിലുള്ള ദൈവമക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും അത്? അത് അവരിലെ നല്ല ക്രിസ്തീയ സ്വഭാവം കൊണ്ടാണ്. അവര് തമ്മിൽ കരുതുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ദൈവവേലയ്ക്ക് ചെലവിടുന്നവരാണ്. പൗലോസ് അപ്പോസ്തലന് അദ്ദേഹം ജയിലിലായിരിക്കുമ്പോഴേക്ക് സ്തോത്രക്കാഴ്ച കൊടുത്തു വിട്ടവരാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ട്. അവർ കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നു. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കാണുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ എങ്കിൽ പോലും മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറയുന്ന വിധത്തിൽ ഈ കഷ്ടതയിലായിരുന്നിട്ടും കൈ അയച്ച് സഹായിക്കാൻ അത് കാരണമായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അത് ചിന്തിക്കുമ്പോഴേക്കും ഈ കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും അത് മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ സഹായം ചെയ്യുന്നതിലേക്ക് കൊടുക്കാൻ അത് കാരണമായി തീർന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ എനിക്കത് ആദ്യം മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടെന്നല്ല, മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴാ ഒരു സഭയ്ക്ക് ഒരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? ഒന്ന്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെ? ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലാത്തത് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്, അല്പം ഉണ്ട്. പക്ഷേ നമുക്ക് അതുകൊണ്ട് കുറെ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നടത്താനുണ്ട്. എന്താവശ്യങ്ങളാ? നമ്മുടെ ദൈനംദിന ചെലവുകൾ നടത്താനുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്താനുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇതെല്ലാം കുറെയൊക്കെ ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും ഇതൊന്നും അത്യാവശ്യം പ്രാഥമികമായ ആവശ്യങ്ങൾ നടത്താതെ ഇത് കൊടുക്കാൻ പറ്റത്തില്ല. ജീവിക്കാനുള്ള കാര്യങ്ങളെങ്കിലും നടത്താതെ കൊടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ബാക്കിയുള്ളതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഇനി ഈ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്കൊരു വാഹനം, ഒരു വീട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കൊടുക്കും? എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. കൊടുക്കുന്നതിന്റെ അളവ് വീണ്ടും എന്ത് ചെയ്യും? കുറയും, അല്ലെ? ഹല്ലേലൂയ. പക്ഷേ മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറഞ്ഞാൽ അവർ കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നപ്പോൾ കൂടുതൽ കൊടുക്കാൻ അത് കാരണമായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിന്റെ മറുവശം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ നീ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, ഈ തുച്ഛമായ വരുമാനമുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ ഇന്നത്തെ രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് അവരുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സാധ്യമായ കാര്യമല്ല. അപ്പൊ ഇതിൽ നിന്നൊരു പങ്ക് ഒരു വീട് വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ചാലും വലിയ കാര്യമില്ല. എത്ര മാറ്റിവെച്ചാലും ഒരു വീട് വാങ്ങാൻ തക്ക തുക നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ അന്നുള്ള ആവശ്യങ്ങളൊക്കെ നടത്തിയിട്ട് ബാക്കി വരുന്ന പൈസ എന്ത് ചെയ്തു? പൗലോസ് അപ്പോസ്തലനും സഭയുടെ ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങ് കൊടുത്തു. ഈ ആശയത്തില് അവർക്കുണ്ടായ കഷ്ടത അധികം ചെലവിടാനായിട്ട് കാരണമായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പശ്ചാത്തലം അവിടെയാണ്. ഹല്ലേലൂയ. എനിവേ, നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ഉണ്ടായിട്ട് ചെലവിടാമെന്ന് കരുതിയാൽ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് കരുതിയാൽ ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മുടെ ആവശ്യങ്ങൾ കുറയുകയില്ല, കൂടുകയുള്ളൂ. നമ്മുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങളും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് ചെലവും കൂടിക്കൊണ്ടിരിക്കും. വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കും. അപ്പൊ ചെലവും കൂടും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം ഉണ്ടായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല. എന്നാൽ കൊടുക്കാനുള്ള കൃപ ദൈവം തരാനായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. എനിവേ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേദനയോ രോഗമോ വിഷമോ അതൊക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, ഇതൊക്കെ ഇരിക്കട്ടെ.
മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നെ കുറിച്ച് എൻ്റെ പാസ്റ്റർ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവോ, അതോ ഒരു കടപ്പാടുന്ന പോലെ പ്രാർത്ഥിച്ചങ്ങ് വിടുവോ? ഹല്ലേലൂയ. പാസ്റ്റർമാരാകുമ്പോഴേക്ക് ഈ സഭയെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച്, അല്ലെ, ആടുകളെക്കുറിച്ച്, ആ, അതിനെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ളവരാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ കൂട്ടായ്മയിലെ ദൈവമക്കൾക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടിയും സ്തോത്രം പറഞ്ഞ് അവരെ ഓരോരുത്തരെയും ഓർത്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവദാസന്മാർ ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയും. നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ, ആമേൻ, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്ന് മറന്നു വരുന്നത്. അത് ദൈവദാസന്മാരെന്നുള്ളതല്ല. ഞാൻ ഈ ദൈവദാസന്മാരെന്ന് പറയുമ്പോഴേക്കും ദൈവമക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. എന്തിനാണ് നിങ്ങളുടെ വേദന മാറാൻ, കഷ്ടത മാറാൻ, ബുദ്ധിമുട്ട് മാറാൻ, ഞെരുക്കം മാറാൻ, സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്താ? ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദൈവനാമത്തിന് ചെലവിടുന്നതിന് തടസ്സമുണ്ടാക്കരുത്. ദൈവത്തെ എരിവോടെ സേവിക്കുന്നതിന് ഇതൊന്നും തടസ്സമാകരുത്. അങ്ങനെ നിങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒരു വിധത്തിലും കഴിവിന്റെ പരമാവധി വേദനിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഓക്കെ, ഞാൻ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു വിടുകയാണ്. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുമോ, അതോ പ്രാർത്ഥിക്കാനുള്ള നിർബന്ധമുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഞാൻ കൈമാറി ആ വിഷയം മുന്നോട്ട് പോകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? എപ്പോഴും എനിക്ക് എപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പ്രേയിങ് ജോയ്ഫുള്ളി. ഹല്ലേലൂയ, ആമേൻ. ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്, ലേഖനത്തിന്റെ പ്രധാന തീം എന്താണ്? ഫിലിപ്പിയർ 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷം, ജോയ്, റിജോയ്സ് എന്നുള്ളതാണ് ലേഖനത്തിന്റെ പ്രധാന വിഷയം, പ്രധാന സന്ദേശം. ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. 1:4 നമ്മൾ വായിച്ചു, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷം. പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഫിലിപ്പിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സന്തോഷം. ഹല്ലേലൂയ. ഒന്നാമത്തെ സന്തോഷം, പൗലോസ് അപ്പോസ്തലൻ ഈ സഭയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സന്തോഷം, പ്രാർത്ഥനയിൽ സന്തോഷം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 2, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ സന്തോഷം. 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആമേൻ, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. എന്തിലാ? ഏതു വിധമായാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. അപ്പോ നമുക്കുണ്ടാകേണ്ട സന്തോഷം, ഒരു സന്തോഷം ഇതാണ്, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. 2, മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. നമുക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ പ്രസംഗിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുക എന്ന് പറയുമ്പോഴേക്കും ക്ലാസിക്കലായിട്ടൊക്കെ പ്രസംഗിക്കുന്ന ശൈലിയെക്കുറിച്ച് നിങ്ങളുടെ ചിന്തയിലേക്ക് വരും. എന്നാൽ യേശുവിനെ കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ അറിയാവുന്നത് പറയുന്നത് ഒരു പ്രസംഗമാണ്. ഹല്ലേലൂയ. അത് ഒരു വ്യക്തിയോട് പറഞ്ഞാലും അതൊരു പ്രസംഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നമുക്ക് എങ്ങനെ ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് കഴിയും? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള കഴിവ് ഉണ്ടാകണമെന്നൊന്നുമില്ല. ചിലരൊക്കെ ഭയങ്കര വാചകം അടിക്കുന്നവരുണ്ട്, അല്ലെ? ഒരു 3-4 പേരിരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാക്കി എല്ലാവരെയും കടത്തി വെട്ടുന്ന വാദഗതിയൊക്കെ നിരത്തി തകർത്ത് സംസാരിക്കുന്നവരുണ്ട്. അവരോട് പറയും, ഒരു 5 മിനിറ്റ് സ്റ്റേജിൽ കയറിയെന്ന് ഒരു യേശുവിനെ കുറിച്ചൊരു 4 വാക്ക്, യേശുവിലെ 4 ഗുണങ്ങൾ ഇപ്പൊ ഒന്ന് കയറി സ്റ്റേജിൽ നിന്ന് 10 മിനിറ്റ് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചാൽ പിന്നെ ആ പുള്ളിയെ കാണണമെങ്കിൽ അടുത്ത സഭായോഗം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ മുങ്ങുന്ന പുള്ളികളുണ്ട്. ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല. പ്രസംഗിക്കാനുള്ള കൃപയോ വരമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും അതിനൊരു പ്രാപ്തി ഉണ്ട് എങ്കിൽ അത് വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠന കാലഘട്ടത്തിൽ എൻ്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ 7 മിനിറ്റൊക്കെ, 6 മിനിറ്റ്, 7 മിനിറ്റൊക്കെ, 10 മിനിറ്റ് സമയം തന്നിട്ട് 7 മിനിറ്റ് ആയപ്പോൾ ഞാൻ ആകെപ്പാടെ വിയർത്ത് കുളിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്.
ഹാലലൂയ. അങ്ങനെയാണ് എൻ്റെ പ്രസംഗങ്ങളൊക്കെ തുടങ്ങുന്ന സമയം. ഹാലലൂയ. പിന്നെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രസംഗത്തിന് പരിശീലനങ്ങളൊക്കെ ഐ മീൻ തിയറി അല്ല, അല്ലാതെ പ്രാക്ടിക്കലായിട്ട്, തിയറി ഉണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള അവസരങ്ങളൊക്കെ ചാപ്പൽ സർവീസ് പോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 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 തെരുവുകളിലൊക്കെ നിന്ന് പരസ്യലോകങ്ങൾക്ക് പ്രസംഗിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഞങ്ങൾ ട്രാക്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ പ്രസംഗിക്കും. മൈക്കില്ലാതെയും ഒക്കെ പ്രസംഗിച്ച് ദൈവം അധികമായി ആ ദൈവം തന്ന ചെറിയ താലന്ത് അത് കർത്താവിന്റെ ആ മഹത്വത്തിന് വേണ്ടി കുറേയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന എഫേർട്ടൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഞാൻ എൻ്റെ കുടുംബ വീട്, ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന കുടുംബ വീട് ഒരു മലയുടെ അടിവാരത്തിലാണ്, ചരിവിലാണ്. മനോഹരമായൊരു ഗ്രാമപ്രദേശമാണ്. അവിടേക്ക് അന്ന് കാൽനടയായിട്ട് പോകാനുള്ള സൗകര്യമേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഒരു സ്കൂട്ടറൊക്കെ കൊണ്ടുപോകാനുള്ള വഴി ഇപ്പോൾ ആയിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആ വഴിയെ സ്കൂട്ടർ കൊണ്ടുപോയി എനിക്കിപ്പോഴും പേടിയാണ്. എനിവേ, അത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ കുടുംബ വീട്. എൻ്റെ അച്ഛനും അമ്മയും ഇന്നും അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഞങ്ങളുടെ വീടിന്റെ അതിനോട് അടുത്തായിട്ട് ഒരു വലിയ ഭൂമി, ഏകദേശം 66 ഏക്കർ എന്നാണ് പറയുന്നത്, ഒരു എസ്റ്റേറ്റ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് വേറെ വീടുകളൊന്നുമില്ല, ഒരൊറ്റ വീട് മാത്രമേ അതിനകത്തുള്ളൂ. അത് ആൾ താമസമുള്ളതല്ല, എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ളൊരു വീട്. അതൊഴികെ ഇത് തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. ഞാന് അതിന് വേദിയൊന്നുമില്ല. ആൾക്കാർ പോയി അതിനകത്ത് കയറി ഇറങ്ങി ഈ കന്നുകാലിക്ക് തീറ്റയൊക്കെ പുല്ലൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. മോഷ്ടിക്കാതിരുന്നാൽ മതി, മോഷ്ടിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ അവിടെ പോയിട്ട് അവിടെ ചെറിയ ചെറിയ പാറകൾ ഇരിപ്പുണ്ട്. ആ പാറയിൽ കയറി നിന്നുകൊണ്ട് ഇത് പ്രസംഗവേദിയാണെന്ന് ചിന്തിച്ച്, മലയുടെ ചരിവാണ്, കുന്നുകൾ കാണാം, അപ്പുറത്ത് മലകൾ കാണാം, പശ്ചിമഘട്ടമൊക്കെ കാണാം, വെസ്റ്റേൺ ഘട്ടിന്റെ അഗസ്ത്യാർ മലയൊക്കെ ഉൾപ്പെടുന്ന നെയ്യാറിന്റെ ആ ഭാഗമൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. കിലോമീറ്ററുകൾ ഇങ്ങനെ കാണാം. ആകാശത്തിലെ മേഘശകലങ്ങളെ നോക്കിയും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ നോക്കിയും തലയാട്ടുന്ന പുൽനാമ്പുകളെ നോക്കിയും ആടിയുലയുന്ന വൃക്ഷങ്ങളെ നോക്കിയും ആ ഒഴുകി വരുന്ന ഇളം കാറ്റിന്റെ സുഖശീതളിമ അനുഭവിച്ചും ആകാശത്തെ മേൽക്കൂരയാക്കിക്കൊണ്ട് പാറയെ പുൽപ്പീറ്റാക്കിക്കൊണ്ട് പീഠമാക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. പ്രൈസിലുള്ള അത് ആരെങ്കിലും കേട്ടോണ്ടോന്നും എനിക്കറിയത്തില്ല. എനിവേ, അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ വലിയ വിഷയമൊന്നും തയ്യാറാക്കാതെ തന്നെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചത്, നമുക്ക് ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ദൈവം ചെറിയൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്യണം. പാടാനാണെങ്കിൽ നന്നായിട്ട് പാടാൻ പരിശീലിക്കണം. എഴുതാനാണെങ്കിൽ എഴുതണം, ചുമ്മാ എഴുതണം. സ്തോത്രം. പ്രസംഗിക്കാനാണെങ്കിൽ അങ്ങ് പ്രസംഗിക്കണം. അതിന് വേദിയും അവസരവും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വേദി അവസരമൊക്കെ ഉണ്ടാകുമെന്നേ. ഹല്ലേലൂയ. ഞാന് ഒത്തിരി പ്രസംഗ കുറിപ്പുകൾ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വരുന്ന ചിന്തകൾ, ആശയങ്ങളൊക്കെ കുറിപ്പുകളാക്കി ഇടുവായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് കുറവാ, പക്ഷെ കുറിപ്പുകൾ കുറിച്ചിടുവായിരുന്നു. എന്നാൽ പിന്നീട് ചിലതൊക്കെ പ്രസംഗിക്കാൻ പറ്റിയിട്ടുണ്ട്, ചിലത് ആ കുറിപ്പുകളായിട്ട് തന്നെ കിടപ്പുണ്ട്. ഞാൻ ഉറപ്പിച്ചത്, നമ്മൾ പ്രസംഗിക്കുന്നോ ഇല്ലയോ എന്നതിലപ്പുറത്ത് നമ്മുടെ അകത്തത് ആഴമായി പതിയും. നാം അതിൽ വളരും. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അതെല്ലാം നമ്മുടെ വിവിധ നിലകളിൽ അത് നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പ്രസംഗ ശുശ്രൂഷയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെ ആശ്വസിപ്പിച്ച ഒരു വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം. അത് പങ്കിട്ട വ്യക്തിക്ക് വേണ്ടി ഒരു വാക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവം അവരെ അധികമായി ഉപയോഗിക്കാൻ വേണ്ടി, കൃപയിൽ നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളിടത്ത് നമുക്ക് അത് ഒന്ന് ഫോർവേഡ് ചെയ്തു കൊടുക്കാൻ, വാട്സാപ്പിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളും ആ ശുശ്രൂഷയിൽ പങ്കാളികളാവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിവിധ നിലകളിൽ എങ്ങനെയൊക്കെ ക്രിസ്തുവിനെ ഉയർത്താൻ, ഘോഷിക്കാൻ, കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവർ എന്ത് വിഷയങ്ങൾ ക്രിസ്തുവിനെയാണോ പ്രസംഗിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. ഹല്ലേലൂയ. ഇനി മൂന്നാമതായിട്ട് വിശ്വാസത്തിനെ കുറിച്ച്, വിശ്വാസത്തിലെ സന്തോഷം. 1-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ
ഞാൻ ആമേൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്ന് അറിയുന്നു. വിശ്വാസത്തിനെ കുറിച്ചുള്ള സന്തോഷം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അഭിവൃദ്ധിയെ കുറിച്ചുള്ള സന്തോഷം, വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കായുള്ള സന്തോഷം, മൂന്നാമത് കാണുന്ന സന്തോഷം. ഹല്ലേലൂയ. നാലാമതായിട്ട് കൂട്ടായ്മയിലെ സന്തോഷം. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. സന്തോഷമുണ്ട്, അത് പൂർണ്ണമാക്കാൻ പറഞ്ഞിരിക്കുക. എങ്ങനെയാ പൂർണ്ണമാക്കുന്നത്? നിങ്ങൾ ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹം പൂണ്ടവരാകണം, ഐകമത്യപ്പെടണം, ഏകഭാവമുള്ളവരാകണം. ഇതിനെല്ലാം കൂടെ ചേർത്ത് ഉപയോഗിച്ച ഒരു വാക്കാണ് ഫെലോഷിപ്പ്. ഈ ഓരോന്നും എഴുതാനുള്ള സ്പേസ് എടുക്കാൻ മടിച്ചിട്ടാണ് ചുരുക്കി ഫെലോഷിപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കൂട്ടായ്മയിലെ സന്തോഷം, കൂട്ടായ്മയെ കുറിച്ചുള്ള സന്തോഷം. നിങ്ങൾ ഐക്യത്തോടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഏകഭാവമുള്ളവരായിരിക്കുമ്പോൾ, നിങ്ങൾ കൈകോർത്ത് പിടിച്ച് ദൈവത്തിനായി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ തോളോട് ചേർന്ന് നിന്ന് കർത്താവിനെ ഉയർത്തുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ആമേൻ നാലാമതായി സന്തോഷിക്കുന്നത് അവരുടെ കൂട്ടായ്മയിൽ അദ്ദേഹത്തിന് സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഇനി 2:17 സഭയ്ക്ക് വേണ്ടി യാഗമാക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്നതിൽ, ഒന്നുകൂടെ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും സന്തോഷമാണ്. ഹല്ലേലൂയ. ഈ സഭയ്ക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സഭയ്ക്ക് വേണ്ടി മരിച്ചത് ക്രിസ്തുവാണ്. ആമേൻ. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ത്യാഗം, കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ, നിങ്ങൾ കൃപയിൽ ബലപ്പെടുമെങ്കിൽ, നിങ്ങൾ കർത്താവിൽ വളരുമെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് നിത്യതയ്ക്ക് ഞാൻ ഒരു മുഖാന്തരം കാരണമാകുമെങ്കിൽ, അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്ക് സന്തോഷമാണ്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരാത്മീയ വളർച്ചയുണ്ടാകാൻ എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ, ജീവൻ ഹോമിക്കേണ്ടി വന്നാൽ അതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വേണ്ടി നാം വില കൊടുക്കുന്നവരാകും. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയാണ് സഭയെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ അഭിവൃദ്ധിക്ക്, സഭയുടെ കൂട്ടായ്മയ്ക്ക്, സഭയുടെ വിശ്വാസത്തിന്റെ വർധനവിന്, സഭ ശുശ്രൂഷകളിൽ വളരാൻ, അതിനുവേണ്ടി വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ കൊണ്ട് കഴിയുന്ന വില, അത് പണമാണെങ്കിൽ, അത് സമയമാണെങ്കിൽ, അത് വിസിറ്റിംഗ് അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം വില കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. സഭ വളരാനായിട്ട് നാം വില കൊടുക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. അതിൽ സന്തോഷം ഉള്ളവരാകണം. ഹല്ലേലൂയ. ഇനി 1:29 പറയുകയാണ്, ആമേൻ, ഈ എപ്പഫ്രാദിത്തോസിനെ കൈക്കൊള്ളാൻ, സന്തോഷത്തോടെ കൈക്കൊള്ളാനായിട്ട് പറയുകയാണ്. എപ്പഫ്രാദിത്തോസിനെ സന്തോഷത്തോടെ കൈക്കൊള്ളാൻ പറയുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി, ഒരാളെ കൈക്കൊള്ളുന്നതിൽ, സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവരാകുക. എപ്പഫ്രാദിത്തോസ് പൗലോസിന്റെ അടുക്കൽ ഈ സഭയുടെ സംഭാവനയും കൊണ്ടുവന്നയാളാണ്. അദ്ദേഹം അവിടെ ചെന്ന് ദീനം പിടിച്ചു കിടന്നു. സഭ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അവർ പ്രാർത്ഥിച്ചു, പൗലോസ് അപ്പോസ്തലനും പ്രാർത്ഥിച്ചു, ദൈവം വിടുവിച്ചു. ഇപ്പൊ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പൊ സഭ സന്തോഷത്തോടെ അവനെ കൈക്കൊള്ളാനായിട്ട് പറയുകയാണ്. ഹോസ്പിറ്റാലിറ്റിയിൽ, മറ്റുള്ളവരെ കൈക്കൊള്ളുന്നതിൽ, പ്രത്യേകിച്ച് ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുന്നവരെ, ദൈവത്തിനായി വില കൊടുക്കുന്നവരെ ഒക്കെ കൈക്കൊള്ളുന്നതിൽ സന്തോഷിക്കുന്നവരാകുക. ശരിക്കും വിശ്വാസത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നവരെ കൈക്കൊള്ളുന്നതിൽ സന്തോഷിക്കുന്നവരാകുക. ഹല്ലേലൂയ. പിന്നെ ക്രിസ്തുവിലെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഞാനത് വിശദീകരിക്കുന്നില്ല, ആവർത്തിച്ച് ലേഖനത്തിൽ കാണുന്നതാണ്. യേശുവിലെ സന്തോഷം, ക്രിസ്തുവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മറ്റൊന്ന്, ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിൽ സന്തോഷിക്കുക. ബീയിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിൽ സന്തോഷിക്കുക. ആമേൻ. നിലനിൽക്കുക, ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഒടുവിലായി ആമേൻ നമുക്ക് കാണാം, ഹല്ലേലൂയ, സ്തോത്രം, കൊടുക്കുന്നതിൽ സന്തോഷം. ഞാനത് ഇടയ്ക്ക് നേരത്തെ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ജോയ് ഇൻ ഗിവിംഗ്, കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവരാവുക. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പല സന്ദർഭങ്ങളിൽ, പല നിലകളിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അതിനോട് ചേർന്ന് സൂചിപ്പിച്ചതുപോലെ ചില വേളകളിൽ അദ്ദേഹം സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു, ചില വേളകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ചില വേളകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പല നിലകളിൽ പ്രാർത്ഥന എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഹല്ലേലൂയ.
ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രധാനമായി 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചിന്തിച്ചത്. ഒന്ന്, ക്രിസ്തു നമ്മുടെ സമാധാനം, എങ്ങനെ സമാധാനം ഉണ്ടായി. 2, പ്രാർത്ഥന. ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാകണം, അതിനൊരു വാഞ്ച ഉണ്ടാകണം, പ്രാർത്ഥിക്കാൻ ഉത്സാഹം ഉണ്ടാകണം. പ്രാർത്ഥന ഒരു മടുപ്പാകരുത്, പ്രാർത്ഥന അലസതയോടെ ആകരുത്, പ്രാർത്ഥന ഉദാസീനതയോടെ ആകരുത്, പ്രാർത്ഥന അലക്ഷ്യ മനോഭാവത്തോടെ ആകരുത്. ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, മടുത്തുപോകാതെ, നിരന്തരം വിശ്വാസത്തോടെ, ആത്മാവിന്റെ നിറവോടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി, പ്രാർത്ഥന തന്നെ ആക്ച്വലി പ്രാർത്ഥന എന്നത് തന്നെ ഒരു ഡോക്ടറിനാണ്, ഒരു ബ്രാഞ്ച് ഓഫ് ഡോക്ടറിനാണ്, ഒരു ദൈവശാസ്ത്ര ഭാഗമെന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ പ്രാർത്ഥനയെ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ശ്വാസം എന്ന പോലെ ധരിക്കാൻ, ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ഈ അന്ത്യകാലം അധികം പ്രാർത്ഥന ഉറ്റിരിപ്പേണ്ട സമയമാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. പ്രാർത്ഥന നമ്മുടെ ജീവവായുവായി മാറട്ടെ. അവൻ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ദൈവസഭയ്ക്ക് വേണ്ടി, ഫിലിപ്പിയർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുകയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമുക്കും നമ്മുടെ ദൈവമക്കളെ, ദൈവജനത്തെ, വിശുദ്ധന്മാരെ പ്രാർത്ഥനയിൽ ഓർക്കാം, സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലവണക്ക് ഇപ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങൾ ഇന്ന് സായാഹ്നം അവിടുത്തെ സന്നിധിയിൽ ദൈവവചനത്തിലെ ചില ചിന്തകളുമായി അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് ആയിരുന്നു. കർത്താവെ, അവിടുത്തെ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന സമാധാനത്തിനായി സ്തോത്രം. ശത്രുത്വം ഇല്ലാതാക്കി ദൈവത്തോട് നിരപ്പിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ഹല്ലേലൂയ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നവരായി, കർത്താവെ, വിവിധ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്യുമാറാകണമേ. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാ അങ്ങയുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപയിൽ അധികം ബലപ്പെട്ട് വളരട്ടെ. മഹത്വം അങ്ങേക്കാകട്ടെ. ക്രിസ്തയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.